ഡൽഹിയിൽ നിന്നും ഞാൻ നേരെ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ മണാലിയിലേക്കാണ്. ഹിമാലയൻ മലനിരകളിലൂടെ ഉത്ഭവിക്കുന്ന ബിയാസ് നദിയുടെ താഴ്വരയിലുള്ള സമ്പുഷ്ടവും സുന്ദരവുമായ ഒരു ചെറിയ പട്ടണമാണ് ഈ മണാലി. ഈ പട്ടണത്തെ ഹണിമൂൺ ക്യാപിറ്റൽ എന്ന ഓമനപ്പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മണാലിയിലെ സുന്ദരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയിൽ നിന്നും ഏതാണ്ട് 520 കിലോമീറ്റർ 15 മണിക്കൂർ എടുത്ത് ഏറെ വൈകിയാണ് കേട്ടോ ഞങ്ങൾ മണാലിയിൽ എത്തിച്ചേർന്നത്. പുലർച്ചെ ഏതാണ്ട് ഒരു 4 മണിയായി കാണും. ഒന്ന് മയങ്ങി എണീറ്റ് എല്ലാവരും ഉത്സാഹത്തോടെ തയ്യാറായിട്ടോ. രാവിലെ ഉണർന്ന് മുറിയുടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉള്ള കാഴ്ച അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല. പൂത്തു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾക്ക് നടുവിലായി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ദ വൈറ്റ് സ്റ്റോൺ റിസോർട്ടിലായിരുന്നു ഇന്നലെ ഞങ്ങളുടെ താമസം ഒരുക്കിയിരുന്നത്. മഞ്ഞുവീഴ്ച ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും തണുപ്പ് ഏതാണ്ട് 5 ഡിഗ്രിയിൽ താഴെയായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ ഉറക്കക്ഷീണം ഒന്നും വകവയ്ക്കാതെ എല്ലാവരും പ്രഭാത ഭക്ഷണമെല്ലാം കഴിച്ച് യാത്രയ്ക്ക് തയ്യാറായിട്ട് താഴെ എത്തി 8 മണിയായപ്പോഴത്തേക്കും. ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച ദ വൈറ്റ് സ്റ്റോൺ റിസോർട്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ താമസമൊക്കെ. പുറത്ത് പുൽത്തകടിയിൽ ഇരിക്കാനും വെയിൽ കായാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ദേ ആ കാണുന്ന കെട്ടിടവും അതിൻ്റെ ചുറ്റും നിൽക്കുന്ന മരങ്ങളും നമ്മൾ ഈ ക്യാമറയുടെ ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഏതോ യൂറോപ്യൻ രാജ്യത്ത് എത്തി എന്നൊരു തോന്നലുണ്ടാക്കുന്നില്ലേ നമുക്ക്? നല്ല അടിപൊളിയല്ലേ കാണാനായിട്ടത്? നോക്കൂ, പൂത്തു നിൽക്കുന്ന ആപ്പിൾ ചെടികളാൽ സമ്പുഷ്ടമാണ് ഈ താഴ്വരയും ഈ പ്രദേശവുമെല്ലാം. ഇടുങ്ങിയ പാതയുടെയൊക്കെ വശങ്ങളിൽ സുന്ദരമായ ഇരുനില റിസോർട്ടുകളാണ് മൊത്തമായിട്ട് ഇവിടെ. താമസിക്കുന്നവർക്കാണെങ്കിൽ രാവിലെ വെയിൽ കായാനും സംസാരിച്ചിരിക്കാനും പുൽത്തകടിയിൽ കസേരകളെല്ലാം നിരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് മണാലിയെ പറ്റിയിട്ടുള്ള ആധികാരികമായ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ 2-3 ദിവസമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ കണ്ട മണാലിയെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിലൂടെ ഇനി ആർക്കെങ്കിലും മണാലിയിൽ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതുകൊണ്ട് ഉപകാരപ്രദമാവുമെങ്കിൽ ആകട്ടെ, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ യാത്രകൾ ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ചിലർ സ്ഥലങ്ങൾ കാണാൻ പോകുന്നവരുണ്ട്, കാലാവസ്ഥ ആസ്വദിക്കാൻ പോകുന്നവരുണ്ട്, ചിലർ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പോകുന്നവരുണ്ട്, ചിലർ സാഹസിക വിനോദങ്ങൾക്ക് വേണ്ടിയും പോകുന്നവരുണ്ട്. ഈ യാത്രകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന അറിവുകൾ വ്യത്യസ്തമായിരിക്കും. നമ്മളുടെ ചിന്തകളെ ഒരുപക്ഷെ മാറ്റിമറിക്കാനും ഇതിനൊക്കെ കഴിയുമായിരിക്കും. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ തൊട്ട് ഇങ്ങ് ഹിമവാന്റെ മടിത്തട്ടിൽ വരെ എത്തി നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിന്. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കണ്ട മണാലിയിലെ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. വെയിലേറ്റ് മഞ്ഞുരുകി വരുന്ന വെള്ളത്തിനായി കാത്ത് ദാഹിച്ചു കിടക്കുന്ന ബിയാസ് നദിയുടെ കൈവഴികളാണ് ഈ താഴെ കാണുന്നത്. അതിന് ഓരത്തായി നിൽക്കുന്ന ദേവദാരു വൃക്ഷങ്ങൾ. ഇതെല്ലാം താണ്ടി നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടുത്തെ വളരെ പ്രശസ്തമായ സോളാങ് വാലിയിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന മണാലി പട്ടണത്തിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ താണ്ടിയാണ് വളരെ പ്രശസ്തമായ സോളാങ് വാലിയിലെത്തിയത്. ഈ കാണുന്നതാണ് സോളാങ് വാലി. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിൽ കണ്ട ഒരു രൂപമായിരുന്നില്ല. പ്രളയം വന്ന് തകർത്തെറിഞ്ഞ ഒരു പ്രദേശം പോലെ പാറക്കൂട്ടങ്ങൾ മൊത്തം കൂടിക്കിടക്കുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ വാഹനത്തിൽ നിന്നും ഇറങ്ങി പതുക്കെ മലകൾ കയറി തുടങ്ങി. ഇതിനിടയിൽ കുതിരക്കാരും 4 ചക്രമുള്ള ബൈക്കുകൾ ഓടിക്കുന്നവരും അവരവരുടെ ഉപജീവന മാർഗം തേടുന്നുണ്ട്. അവരെല്ലാം നമ്മളെ വന്ന് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പോകാമെന്നും പറഞ്ഞ്. ലോകത്തിന് ഹിമാലയം നൽകിയ ഒരു സംഭാവന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മണാലിയെ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് മണാലി ടൂറിസ്റ്റ് മാപ്പിൽ ഇടം പിടിക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഹണിമൂൺ ട്രിപ്പുമായി വരുന്നവർക്കും മണാലി സ്വർഗതുല്യമായി മാറുന്നത് ഇവിടുത്തെ കാലാവസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കിടക്കുന്ന ബൈക്കുകളിലൊക്കെ കയറി നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒഴുകി വരുന്ന വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. അതിൽ ചിലർ തൊട്ട് നോക്കിയിട്ട് എന്തോരം തണുപ്പുണ്ട് എന്ന് നോക്കുന്നുണ്ട്. നവദമ്പതികളൊക്കെ യാക്കിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുത്ത് തങ്ങളുടെ മധുവിധ നാളുകൾ ക്യാമറയിൽ പകർത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരൊക്കെ പടമെടുക്കാൻ പഠിച്ചു തുടങ്ങി. ഈ യാക്കുമായിട്ട് വരുന്നവരും കുതിരയായിട്ട് വരുന്നവരൊക്കെ ഇത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ സന്തോഷത്തോടെ അവിടെ കിടന്ന് മഞ്ഞു വാരി എറിഞ്ഞ് കളിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ ഈ ഒഴുകി വരുന്ന വെള്ളത്തിനൊക്കെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. മണാലിയിലെയും സോളാങ് വാലിയിലെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇവിടുത്തെ വിനോദ ഉപാധികളെല്ലാം ഇവർ സെറ്റ് ചെയ്യുന്നത്.
മഞ്ഞ് വീഴ്ച ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ സ്കീയിങ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. ആ സമയത്ത് സ്കീയിങ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ ഇങ്ങോട്ട് ധാരാളം വരാറുണ്ട്. പിന്നെ സ്കീയിങ് പഠിപ്പിക്കാനുള്ള ആളുകളും ഉണ്ടാവും ഇവിടെ. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കീയിങ് ഒക്കെ അത്യാവശ്യം പഠിച്ചിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇനിയിപ്പോൾ ശൈത്യകാലം മാറി വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ സോർബിങ്, പാരാഗ്ലൈഡ്, പാരച്ചൂട്ടിങ്, കുതിരസവാരി അതുപോലുള്ള വിനോദോപാധികളായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ശൈത്യകാലം മാറി വേനൽക്കാലം ഒക്കെ ആകുമ്പോഴേക്കും സോളാങ് വാലി അതിഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പൂക്കളും അതുപോലെ തന്നെ വിശാലമായ താഴ്വരയിൽ മഞ്ഞിന് പകരം പച്ചപ്പ് മൂടിക്കിടക്കും. ഇവിടെ നല്ല പച്ച പരവതാനി വിരിച്ച പോലെ. ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും മഞ്ഞൊക്കെ ഉണ്ട്, അതിങ്ങനെ ഡ്രൈ ആയി കിടക്കുകയാണ്. ഒരിക്കലും അത് ഉരുകി പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ സോളാങ് വാലിയിൽ ഒരു സൈഡിലായിട്ട് പാറകളൊക്കെ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സിപ്പ് ലൈൻ പോയിട്ടുണ്ട്. ആ സിപ്പ് ലൈനിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടി കളിക്കുന്നുണ്ട് അതിനകത്ത് കിടന്ന്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയം. അതുകൂടാതെ വേറൊരു സാഹസിക വിനോദമുണ്ട്. ഈ ഒരു തൊട്ടി പോലത്തെ കയറി നിന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ തെറിച്ചു പോകുന്നത്. അതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. പിന്നെ പാരാഗ്ലൈഡിങ് ആണ്. ഇതുണ്ടോ, പാരാഗ്ലൈഡിങ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതേപോലുള്ള ഒത്തിരി വിനോദോപാധികളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മഞ്ഞ് കാലം കഴിഞ്ഞതിന് ശേഷം ചൂടുകാലം വരുമ്പോഴാണ് ഇതിങ്ങനെ വരുന്നത്. പിന്നെ അതല്ല റോപ്പ് വേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഏത് വേണമെങ്കിലും കയറി ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലുള്ള മനോഹരമായൊരു പട്ടണമാണ് ഈ മണാലി എന്ന് പറയുന്നത്. സമ്പുഷ്ടമായ ബിയാസ് നദിയുടെ തീരത്ത് രൂപം കൊണ്ട കുളു താഴ്വരയുടെ വടക്കേ അറ്റത്തായിട്ടാണ് ഈ മണാലി സ്ഥിതി ചെയ്യുന്നത്. റോത്താങ് പാസിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സോളാങ് വാലി ഉള്ളത്. സോളാങ് വാലിയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇവിടെ തന്നെയുള്ള മറ്റൊരു ഗ്രാമമായ വസിഷ്ഠ് എന്ന വിനോദസഞ്ചാര കേന്ദ്രവും ഒപ്പം ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും കൂടിയാണ്. പട്ടണത്തിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ബിയാസ് നദിക്ക് കുറുകെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിലേക്കുള്ള പാതയുടെ ഇരുവശവും ഭക്ഷണവും വസ്ത്രവും വിനോദസഞ്ചാര സാമഗ്രികൾ ഒക്കെ വിൽക്കുന്ന കടകളാണ് കൂടുതലായിട്ടും. മുന്നോട്ട് പോകുമ്പോൾ വീടുകളുണ്ട്, സ്കൂളുകളുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ മുകളിലായിട്ട് ആപ്പിൾ തോട്ടവും പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ വീടുകളൊക്കെയാണ് ഉള്ളത്. ഈ ഗ്രാമം ഇത്രയേറെ പേര് കേട്ട ഒരു സ്ഥലമായി മാറാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇവിടെ ധാരാളം ഗന്ധകം അടങ്ങിയിട്ടുള്ള ചൂട് അരുവികൾക്ക് പേര് കേട്ട സ്ഥലമാണ്. അതിൽ ഒരു അരുവിയോട് ചേർന്ന് നിർമ്മിച്ചത് എന്ന് കരുതുന്ന വസിഷ്ഠൻ, ശിവൻ, ശ്രീരാമൻ എന്നീ ദേവന്മാരുടെ 3 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്ര സമുച്ചയമാണ് ഈ കാണുന്നത്. അതിന് മുന്നിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കാണുന്ന കുളത്തിലെ വെള്ളം വളരെ ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഗന്ധകം അടങ്ങിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ രോഗശാന്തി ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങളും അണുബാധ, വേദനകൾ എല്ലാം അകറ്റാനുള്ള ശക്തി ഈ വെള്ളത്തിന് ഉണ്ട് എന്നാണ് ഇവിടെയുള്ളവർ കരുതുന്നത്. അതാണ് ഇവരുടെ വിശ്വാസം. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കുളിമുറികളുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ അധിപനാണ് ഈ ദൈവങ്ങൾ. ഇവരിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് വേണം ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അതാണ് ഇവിടുത്തെ വിശ്വാസം. ഹിന്ദു പുരാണങ്ങളിലെ നിയമദാതാവായ മനുവിൻ്റെ പേരിൽ നിന്നുമാണ് ഈ മണാലി എന്ന നാമം രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. മനുസ്മൃതിയാണ് ഈ മനു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈന്ദവ പ്രപഞ്ചശാസ്ത്രത്തിൽ ഒരു ചാക്രിക യുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു മഹാപ്രളയം ലോകത്തെ തകർത്തതിന് ശേഷം മനുഷ്യജീവിതത്തെ പുനർനിർമ്മിക്കുന്നതിന് മനു മണാലിയിൽ പെട്ടകത്തിൽ നിന്നും ഇറങ്ങി എന്നാണ് വിശ്വസിക്കുന്നത്. കുളു അടങ്ങുന്ന ഹിമാചൽ പ്രദേശിനെ ദൈവങ്ങളുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെയാണ് ഇവിടുത്തുകാർ വിളിക്കുന്നതല്ല. ഈ പട്ടണത്തിലെ പഴയ ഒരു ഗ്രാമത്തിൽ മനു മഹർഷിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രം കൂടിയുണ്ട്. വസിഷ്ഠ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും ഇനി പോകുന്നത് ദേവദാരു മരങ്ങൾ കൊണ്ട് കനനമക്കി തീർത്ത ഹഡിംബ ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തെ ഹിഡിംബ ദേവി ക്ഷേത്രമെന്നും ബങ്കരി ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രം മണാലി പട്ടണത്തിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദേവദാരു മരങ്ങൾ ഇടതുറന്നു നിൽക്കുന്ന ഈ ചെറിയ പാതയിലൂടെ വേണം നമുക്ക് ഹഡിംബ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി. ഈ നേരെ മുന്നിൽ കാണുന്നതാണ് ഹഡിംബ ക്ഷേത്രം. ഇതിഹാസമായ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമന്റെ ഭാര്യ ഹിഡിംബി ദേവിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് 4 തട്ടുകളായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. സുന്ദരമായ ദേവദാരു വൃക്ഷങ്ങൾ തീർത്ത വനത്തിന് നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ദേവദാരു വൃക്ഷങ്ങളാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 24 മീറ്റർ ഉയരമുണ്ട്. 1553 മഹാരാജാവായിരുന്ന ബഹാദൂർ സിംഗ് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഹിഡിംബി ദേവി ധ്യാനിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന
ഒരു ഗുഹയ്ക്ക് ചുറ്റുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാക്ഷസ കുടുംബത്തിൽ ജനിച്ച ഹിഡിംബി ദേവിക്കും ഭീമനും ഘടോൽക്കചൻ എന്ന ഒരു മകൻ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു കാട്ടിൽപ്പെട്ട തോന്നലുണ്ടാകും കേട്ടോ. ഒരു കാടിൻ്റെ ഒരു വന്യത നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിൻ്റെ മരം കൊണ്ട് നിർമ്മിച്ച ഭിത്തിയിൽ മുഴുവൻ ഏതൊക്കെയോ മൃഗങ്ങളുടെ കൊമ്പുകൾ വെച്ചിട്ടുണ്ട്. കൂടാതെ മാനിൻ്റെ തലയോട്ടിയോടുകൂടിയുള്ള കൊമ്പും വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം മൊത്തത്തിൽ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ സമീപത്തായി മറ്റ് 2 കെട്ടിടങ്ങൾ കൂടിയുണ്ട്. അതൊരു പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങളായിരിക്കണം. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായിരിക്കുന്നു. ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരിക്കുന്നു പതുക്കെ. കൂടാതെ ചെറിയ മഴക്കോളും കാണുന്നുണ്ട്. ഹിഡിംബ ക്ഷേത്രത്തോട് യാത്ര പറയാൻ സമയമായി. ഇനി മണാലിയിലെ ഷോപ്പിംഗ് വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഒന്ന് കാണണം. ഈ ക്ഷേത്രത്തോട് അടുത്ത് തന്നെയാണ് ഈ മാൾ റോഡിലുള്ള ആ വ്യാപാര കേന്ദ്രം. അത് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു. ഇവിടെ വസ്ത്രങ്ങൾക്കും ഹിമാചൽ പ്രദേശിൻ്റെ തനതായ ഭക്ഷണവും എല്ലാം വില കുറവിൽ നമുക്ക് കിട്ടും. മഴ പതുക്കെ തുടങ്ങി. ഷോപ്പിംഗ് കുളമാകാനുള്ള സകല സാധ്യതയുമുണ്ട്. ഏതൊക്കെയാലും മഴ മാറുമോ എന്നറിയാനായിട്ട് കുറച്ചു നേരം കാത്തു നിൽക്കാം. നല്ല തണുപ്പുണ്ട്. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന ആ ചാറ്റൽ മഴ മാറിയപ്പോഴേക്കും വ്യാപാര കേന്ദ്രങ്ങളൊക്കെ വീണ്ടും സജീവമായി. കൂടെയുള്ളവർ ഷോപ്പിങ്ങിൽ മുഴുകിയപ്പോൾ ഞാൻ അവിടെ ആകെ ഒന്ന് കറങ്ങിക്കണ്ടു. നല്ല രീതിയിൽ പണി കഴിച്ചിട്ടിരിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രം. പരിസരമെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല വീതിയുള്ള പാതകളുമാണ്. തൽക്കാലം ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.